അല്ലെങ്കിൽ ദിവസങ്ങളും മാസങ്ങളും മിനിറ്റുകൾ വരെ വേഗം വേഗം പോണൊരു ഫീലായിരുന്നു. പക്ഷെ ഇപ്പം ഈ മാർച്ച് മാസം തുടങ്ങിയ പിന്നെ ദിവസങ്ങൾ അങ്ങോട്ട് നീങ്ങുന്നില്ലാത്ത പോലൊരു തോന്നലാണ് കേട്ടോ. റമദാൻ കഴിഞ്ഞു, അതിൻ്റെ ഇടയിൽ ഇതേ യുദ്ധം, അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഇതേ മഴയും. 2-3 ദിവസമായിട്ട് ഇവിടെ നല്ല പൊരിഞ്ഞ മഴയാണ് കേട്ടോ. മഴ പെയ്യുമ്പോൾ അങ്ങ് ആർത്ത് ഘോഷിച്ച് പെയ്യും കേട്ടോ. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ആട് കിടന്നോടത്ത് പോടില്ല എന്ന് പറഞ്ഞ പോലെ ആയിരിക്കും. മഴ പെയ്ത് പോയതിൻ്റെ ഒരു ലക്ഷണം അവിടെ കാണില്ല. ബൈ ദ ബൈ, ഇതെൻ്റെ പുതിയ കമ്മലാണ് കേട്ടോ. അന്ന് സെക്കൻഡ് സ്റ്റഡ് ഊരിപ്പോയ കഥ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഇപ്പോൾ പുതിയൊരു കമ്മൽ വാങ്ങി. ഇത് റിങ്ങാണ്. പിന്നെ എൻ്റെ മുഖത്തെ പാട്, അതെൻ്റെ ഇളയ മോൻ എനിക്ക് തന്ന സമ്മാനം. അല്ലെങ്കിലും ഈ ആൺപിള്ളേരുള്ള അമ്മമാർക്ക് ഇങ്ങനെ പല പല സമ്മാനങ്ങൾ കിട്ടുമല്ലോ. ഇവന്മാരുടെ കൈ വെറുതെ ഇരിക്കില്ല. വെറുതെ കാറിൻ്റെ ഉള്ളിൽ ഇരുന്ന ഞാനാണ്. അങ്ങോട്ട് എന്നെ സ്നേഹിച്ചതാണ് കേട്ടോ. വഴക്കൊന്നും ഉണ്ടാക്കിയതല്ല, എന്നെ സ്നേഹിച്ചതാണ്. ഒരൊറ്റ മാന്തൽ. ഓഹ്, വഴക്കുണ്ടാക്കിയിട്ടായിരുന്നെങ്കിൽ എൻ്റെ നിന്നും കിട്ടിയാനേ. ഇതിപ്പോൾ സ്നേഹിച്ച് മാന്തിയതായതുകൊണ്ട് എനിക്കൊന്നും പറയാനും തോന്നിയില്ല. ഇപ്പം ഈ മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ ഭയങ്കര മടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. അങ്ങനെ ഞാൻ ഓരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോണു എണീറ്റ് വന്നു. പിന്നെ ഡോണുവിനെ ഒക്കത്ത് പിടിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. അങ്ങനെ ചായയും ആസ് യൂഷ്വൽ നമ്മുടെ ദോശയും ഉണ്ടാക്കിയിട്ടോ. ദോശ എല്ലാ ദിവസവും ഉണ്ടാക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരെ ഏറ്റവും കൂടുതൽ കഴിക്കാൻ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും ദോശയാണ്. വേറെ എന്ത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാലും വലിയ താല്പര്യമില്ല. അപ്പം അതിൻ്റെ ഇടയിൽ ഇതേ ചാച്ചൻ വന്നിട്ട് ദോശയായില്ലേ എന്നൊരു ചോദ്യം. ആ ചോദ്യം എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പറഞ്ഞു, സ്നേഹത്തോട് ചോദിച്ചോളൂ, മയത്തിൽ ചോദിക്കി. അപ്പോൾ ആ മയത്തിൽ ചോദിച്ചതാണ് കാണുന്നത് കേട്ടോ. എന്തിനാ ഇങ്ങനെ മിക്കിട്ടൊരു ചോദിക്കുന്നത്? സ്നേഹത്തോട് ചോദിച്ചാൽ പോരെ. അങ്ങനെ ചാച്ചൻ്റെ ഓൺലൈൻ ക്ലാസ് അവിടെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കൊണ്ടുകൊടുത്തു. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങ് ഇരുന്ന് കഴിച്ചു കേട്ടോ. പിന്നത്തെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാത്രങ്ങൾ ഫുള്ള് കഴുകുക എന്നുള്ളതാണ്. അയ്യോ, പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഇളയ മോൻ അവിടെ കിടന്ന് അമ്മേന്ന് വെറുതെ കാറിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മൈൻഡ് ചെയ്യാണ്ട് കുറേ നേരം വിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്ന് എൻ്റെ ഡ്രസ്സുമ്മ തൂങ്ങി എന്നെ എടുത്തുകൊണ്ട് നടക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ മൈൻഡ് ചെയ്തില്ല കേട്ടോ. കാരണം ഒരാവശ്യമില്ല. ഞാൻ വെറുതെ അവിടെ പോയിരിക്കണം, എൻ്റെ മടിയിൽ കയറിയിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ്. ആവശ്യമുള്ള കാര്യത്തിനാണെങ്കിൽ ഞാൻ പിന്നെ പോയാനേ. അപ്പം ഞാൻ വരാണ്ടായി കഴിഞ്ഞപ്പോൾ പാവം കരഞ്ഞങ്ങ് പോയിട്ടോ. അങ്ങനെ ഉണങ്ങിയ തുണിയൊക്കെ എടുത്തു. കാരണം ഇനി എപ്പോഴാണ് മഴ പെയ്യാന്നറിയില്ല. ഉള്ള ചാറ്റിലും കൊണ്ടിട്ട് ഉണങ്ങിയ തുണി വീണ്ടും നനയണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഉണങ്ങിയ തുണിയൊക്കെ എടുത്തിട്ട് അലക്കിയിട്ട തുണി ആറിടാന്ന് വിചാരിച്ചു. തുണികളൊക്കെ ഉണങ്ങി കിട്ടാനായിട്ട് കുറച്ചധികം സമയം എടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ചാച്ചൻ്റെ ബനിയനും ട്രൗസേഴ്സൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഉണങ്ങിയില്ല എന്നുണ്ടെങ്കിൽ പൊട്ട മണം എടുക്കും. അത് കാരണം ഞാൻ പിന്നെ മഴയാ വെയില എന്തെങ്കിലും ആവട്ടെ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മഴയൊക്കെയാണല്ലോ. അപ്പോൾ ചാച്ചൻ നല്ല ബ്രെഡ് റോസ്റ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കഴിച്ച് ഒരു ഗ്ലാസ് ചായയും കുടിച്ച് സുഖമായിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.